ഇത് സഖാക്കളാണ് മോഷണം നടത്തിയതാണ് ആര് പറഞ്ഞു എന്നാണ് ശ്രീ റജി ലൂക്കോസ് ചോദിക്കുന്നത്. അപ്പൊ വാസു സഖാവല്ല, പത്മപാപ്പൻ അദ്ദേഹം സഖാവല്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറയുന്നത് പറഞ്ഞ് ഇവരെ ആരെയും കോടതി ഒന്നും ചെയ്തിട്ടില്ലാന്ന്. ശരി, എന്തായാലും ശബരിമലയിലെ സ്വർണ്ണം മോഷണം പോയി എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് ആർക്കും സംശയമില്ല, ഇതിന് അഭിപ്രായമില്ല. അത് ഹൈക്കോടതിയുടെ തന്നെ ഫൈൻഡിംഗ് ആണ്. അവിടുത്തെ സ്വർണ്ണത്തിനകത്ത് കാര്യമായ കുറവുണ്ടായി എന്നുള്ള കാര്യം. ആഭ്യന്തര മന്ത്രാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്, ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ശരി, ഈ സ്വർണ്ണം പോയത് ആരാണ് എടുത്തുകൊണ്ട് പോയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാൻ വന്നാൽ ഈ സഖാക്കളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ആരാ എടുത്തുകൊണ്ട് പോയത്? അപ്പൊ അന്വേഷണം നടത്തിയപ്പോ അകത്ത് പോയത് ആരൊക്കെയാ? അത് സഖാവ് വാസുവും സഖാവ് പത്മകുമാറും ഒക്കെയാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറയില്ലേ സ്വാഭാവികമായിട്ട് സ്വർണ്ണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിന് എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള എന്ന യാഥാർത്ഥ്യം, അതിനെക്കുറിച്ചുള്ള പാട്ടാണിത്. അല്ലാതെ അയ്യപ്പനെതിരായിട്ടുള്ള ഒരു പാട്ടല്ല, മതവിശ്വാസത്തിനെതിരെയുള്ള ഒരു പാട്ടല്ല. ഇത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. മാത്രമല്ല അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൽ തെളിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ ആരാധന നടത്തുവാനും ഒക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. കേരളത്തിൽ പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ